നമ്മൾ ഫുള്ള് നല്ലൊരു അടിപൊളി വയലിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു അടിപൊളി റോഡിലെത്തിയിട്ട് നോക്കി എന്താ ഭംഗി കാണാൻ. സൈഡൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് ഇടിയാതിരിക്കാൻ. രണ്ട് സൈഡിലും നല്ല വയലും, ഒരു സൈഡിൽ കാടാണെന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് ഒരു കുട്ടപ്പൻ ഓട്ടോറിക്ഷയും വരുന്നുണ്ട്. ഏതാ നോക്ക് ഭംഗി പൊളിയല്ലേ. നമ്മൾ പുൽപ്പള്ളീൻ്റെ ഉൾപ്രദേശമായ മുള്ളൻകൊല്ലി പഞ്ചായത്തിലാണ് നമ്മളുള്ളത് കേട്ടോ. യോ ബ്രോ, നമ്മളിപ്പോൾ പുൽപ്പള്ളി ടൗണിലെത്തിയിട്ടോ. പുൽപ്പള്ളി ടൗൺ എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു ടൗണാണ്. നമ്മൾ ഇന്നത്തെ പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേകാടിയിലേക്കാണ് നമ്മൾ രണ്ടാം ദിനം. ചേകാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പോയിട്ടില്ല. ഇവിടുന്ന് ആരോടെങ്കിലും ചോദിക്കണം ചേകാടിയിലേക്ക് ഏതിലാണ് പോവുക എന്നുള്ളത്. ആരോടെങ്കിലും ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബോസേ, ചേകാടിയിലേക്ക് അതിലെ ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടോ. ആ, താങ്ക് യു. പുൽപ്പള്ളി ടൗണൊക്കെ സെറ്റപ്പ് ആയിട്ടോ. മോനെ അടിപൊളി റോഡ്, സിഗ്നല്, സംഭവങ്ങളെല്ലാം ഉണ്ട്. നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. ഫുൾ റബ്ബറൈസ്ഡ് ആണ്. അപ്പം നമുക്ക് ചോദിച്ച് പോകാലോ. അതാണല്ലോ അതിൻ്റെ ശരി. പണ്ട് ഞാൻ ഈ ഏരിയകളിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വണ്ടീൻ്റെ പേര് രണധീർ. ബോസ് ചേകാടിക്ക് ഇതിൽ തന്നെ പോവാ അറിയില്ല അല്ലേ? അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു ചേകാടിക്ക് ഇതിലേ പോവാന്ന്. മൂപ്പരെ ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മൂപ്പർക്ക് അറിയൂല എന്നുള്ള കാര്യം. കുറച്ചൊരു ചേട്ടാ 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 ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ചോദിച്ചു പോവാലോ നമുക്ക്. ചോദിച്ചു പോവാ. ബോസേ, ചേകാടിക്ക് ഇതിലേ പോവാ. നേരെ പോയത് കുറേ വേണ്ടോ ചേകാടിക്ക്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് അവിടുന്ന് ഒരു 4 കോടിയ ജംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷന് നമ്മൾ തിരിഞ്ഞു പോകട്ടോ. നമ്മൾ ചേകാടിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടോ. പോകുന്ന രണ്ട് സൈഡിലും നിറച്ച് കുരുമുളക് തോട്ടവും കവുങ്ങുമ്മലും മരത്തുമ്മലും മുരുക്കൊന്നുമില്ലാന്ന് തോന്നുന്നു. നല്ല അടിപൊളി വീടുകളുമാണ് കേട്ടോ. ഉള്ളേരിയ ആണെങ്കിലും അടിപൊളി വീടുകളും നല്ല തോട്ടങ്ങളും നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഈ ഏരിയയിൽ മുഴുവനും. ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി വീടുകൾ. പുൽപ്പള്ളി ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കോട്ടയം ഒക്കെ പോയ പോലെയാണെന്നാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഭവം ഞാൻ ചേകാടിയിലേക്ക് എത്തി. അയാൾ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലം മാറിപ്പോയോന്നറിയില്ല. എന്തായാലും നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട്. നിറച്ച് കാപ്പിയും കുരുമുളകും റബ്ബറും. കൃഷിക്കാരാണ് ഈ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവനും. നല്ല അടിപൊളി കൃഷിക്കാർ. ഒരു ചേട്ടനത് അവിടുന്ന് ഒരു അരിവാളൊക്കെ ആയിട്ട് വരുന്നു. നല്ലൊരു ചിരി മൂപ്പർക്ക് കൊടുത്ത് മൂപ്പര് എനിക്കൊരു അടിപൊളി ചിരി പാസ്സാക്കി. സംഭവം രസമാട്ടോ. നമ്മളിങ്ങനെ ഉള്ളേരിയകളിൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാളക്കടവ് ജനമൈത്രി ബസ് സ്റ്റോപ്പാണ്. പാളക്കടവ് നമ്മളെ വീടിൻ്റെ അടുത്തൊരു പാറക്കടവുണ്ട്. ഇത് പാളക്കടവാണ്. നല്ല അടിപൊളി വീടുകളുണ്ട് കേട്ടോ. ഒക്കെ കൃഷി ചെയ്തിട്ട് വീടുകളൊക്കെ ഉണ്ടാക്കി
അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരെന്നുണ്ട ഇവിടെ ഒരു അടിപൊളി വീട്, നല്ല സെറ്റപ്പ്. എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വഴിക്കൊക്കെ, കവുങ്ങും തെങ്ങും കുരുമുളകും. നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് കുരുമുളകൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എങ്കിൽ എല്ലാവർക്കും കുരുമുളകുകളും കവുങ്ങുകളും തെങ്ങുകളും ഇഞ്ചിയും കൃഷിക്കാരാണ് ഫുള്ള്. നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് വന്നിട്ട് വാടാനക്കവല എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റോഡാണെന്നാണ് അവിടെ ഒരു ലോട്ടറി വെക്കുന്ന ചേട്ടൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേകാടി ഭയങ്കര പ്രശസ്തമായ സ്ഥലമാണ്. പോയി നോക്കുക എന്താണ് സ്ഥിതി എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കാടാണോ എന്നൊരു ഡൗട്ടുണ്ട്. വലത്തെ സൈഡിൽ ഫുള്ള് കാടാണ്. ഫുള്ള് കാട് തന്നെയാണോ. കാട്ടിലെത്തിയിട്ട് നമ്മള് വലത്തെ സൈഡ് ഫുൾ കാടാണ്. കരണ്ട് കമ്പി വേലിയൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മോനെ എന്താവും സ്ഥിതി എന്ന് എനിക്കറിയില്ല. ഞാൻ വന്ന സ്ഥലം എല്ലാവരും കറക്റ്റ് തന്നെ ആയിരിക്കും പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. ചേകാടി എൻ്റെ മോനെ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. IC ബാലകൃഷ്ണൻ അവരുടെ ആസ്തി നിർമ്മിച്ച LED ലൈറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇവിടുന്ന് എങ്ങനെ പോകും എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണുന്നുണ്ട്. ഇതിൽ തന്നെ ആയിരിക്കുമോ? പോയി നോക്കാല്ലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ. ചേച്ചി ചേകാടിയിലേക്കില്ലേ പോവാ? ആണോ? കുറേ പോകാനുണ്ടോ? അവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ അല്ലേ ചേകാടി? അല്ല, അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ പിന്നെ പഴയ വീടുകളോ ഹോട്ടലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് പുല്ല് മേഞ്ഞ വീടോ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പം നമ്മൾ നേരെ ചെക്ക് പോസ്റ്റൊക്കെ കയറിയിട്ടോ. ചെക്ക് പോസ്റ്റ് അല്ല, ഒരു ആനയൊന്നും വരാതിരിക്കാനുള്ള കാട്ടിൽ പോവാണ്. ഈ കാട്ടിൽ കൂടെ പോയിട്ട് വേണം ചേകാടി എത്താനെന്നാണ് പറഞ്ഞത്. എന്താ ഇവിടെ ആൾക്കാരിയ്ക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ആ, തൊഴിലുറപ്പാ? ഇതിലെ പോയാലാണോ ഒരു ചേകാടി എന്ന് പറയുന്നത്? ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ എന്താ ഉള്ളത്? കോളനിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വീട് ഇവിടെ തന്നെയാ? നിങ്ങൾ പേരെന്താ? സിന്ധു. പക്ഷേ ആനയൊക്കെ ഉണ്ടാവും. ആനയൊക്കെ വരും ഇവിടെ? ആനേനെ എനിക്ക് പേടിയായി. അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ചു നേരം നിന്ന് നോക്കി. ആ, ഓക്കെ, താങ്ക് യു. ആ, എന്നോട് ആ ചേച്ചിമാർ പറഞ്ഞ് ആന ഉണ്ടാവും ആ മുമ്പ് പോയ വണ്ടീൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിബിഡ വനമാണ്. നിബിഡ വനത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് യഥാവത് സംഭവിച്ചാൽ ആന തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. അല്ല കേട്ടോ, പോത്തിനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ അത് ഓട്ടോറിക്ഷയൊക്കെ വരുന്നുണ്ട്. കാട്ടിൽ ഓണടിക്കാൻ പാടില്ല, എന്നാലും ഞാൻ ആ കട്ടറിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചാണ്. അപ്പം നേരെ ചേകാടി പോവാം. നമ്മൾ ചേകാടി പോയിട്ട് നൈസായിട്ട് നമ്മൾ അവിടെ നല്ല അടിപൊളി ഏതൊക്കെയോ ഹോട്ടലൊക്കെ ഉണ്ട് പറഞ്ഞാൽ, ഫേമസ് ഹോട്ടൽ. ആ, ടീമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ആൾക്കാർ ബൈക്കുമേലൊക്കെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇന്നലെ പോയ
സൂപ്പർ സ്പോട്ട്. ആ ഇന്റർലോക്ക് ഉള്ളതിനെക്കാട്ടിലും നല്ല അടിപൊളി സ്ഥലം. യാ മോനെ, ഏതാ സ്ഥലം നോക്കി പേടിയാവുന്നേ. അമ്മച്ചി പേടിയാവും അമ്മച്ചി, അമ്മച്ചി അമ്മച്ചി പേടിയാവും അമ്മച്ചി. അടിപൊളി സ്ഥലാട്ടോ ചേകാടി. പക്ഷേ ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കാമായിരുന്നു. അവിടെ റിസോർട്ടുകളും പഴയ വീടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ പേടിയായിട്ട് അങ്ങനെ പോവാ. നിങ്ങൾ ചേകാടിക്കാ ചേകാടിക്കാ ചേകാടിക്കാ? ആ ഓ ठीक है. आप किधर से आ रहा? हाँ ले लिया. കാട്ടിക്കുളം. ഇതിലെ പോയ കാട്ടിക്കുളം എന്ന് പറയുമ്പോൾ ഇത് ചേകാടിക്ക് പോകുന്ന വഴിയല്ലത്? ബാവലി അല്ലേ? ആ ഇല്ല, എനിക്ക് തിരിച്ചെന്നെ ഉണ്ട്. ചേകാടി എന്ന് പറയുന്നത് പോകുന്ന വഴിക്കല്ലേ? ആണല്ലേ? ഓക്കെ ഓക്കെ. ഗായ്സ്, അയാൾ എന്നോട് ഹിന്ദിയിൽ സംസാരിച്ചു. അപ്പം ഞാൻ തിരിച്ച് ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ മൂപ്പർ എന്നോട് മലയാളിയാണല്ലേ എന്ന് പറഞ്ഞേ. എന്നോടോ ബാല കളി. മൂപ്പരവിടെ കാട്ടിൻ്റെ നടുവിൽ നിർത്തിയിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല. പിന്നെ ബൈക്കുകളൊക്കെ പോകുന്നതിനെ കൊണ്ട് ഞാൻ അങ്ങനെ പോവാണ് കേട്ടോ. എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനേ നമ്മളെ ഗോപ്ര നമ്മളെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തുക. ഇത് അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ അമ്മച്ചി. നല്ലൊരു യാത്ര. ഇവിടെ ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കാറിൽ വന്നാലൊക്കെ ഈ ഒരു വൈബ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സംഭവം സെറ്റാണ്, സെറ്റ്. നല്ല റോഡാണ്. ഇതിലെ ബസ്സൊക്കെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ തീരും. നല്ല റോഡാണെങ്കിൽ പാഞ്ഞു പോവാം. പക്ഷെങ്കിൽ കടുവ, പുലി, സിംഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഒരു ശാന്തത. കുറച്ചോന് നിങ്ങൾ കാത്തുള്ളിന്ന് പറഞ്ഞിട്ട് ആനയൊന്നും വരാതിരിക്കട്ടെ. പക്ഷെ നല്ലൊരു റൈഡാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൊളിയാ, അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് ഉണ്ടാവില്ല. ആൾക്കാരെ വേറെ ആരെയും കാണുന്നില്ല, ആ മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ട മലയാളി കാറ് അവരവിടെ നിർത്തിയിട്ടാണ്. പിന്നെ ആൾക്കാരൊക്കെ നടന്നൊക്കെ പോകണുണ്ട് കേട്ടോ. അപ്പം വലിയ സീനില്ല. കാട്ടിക്കൂടെ നടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാട്ടിൽ നിന്ന് ഓണടിക്കാൻ പാടില്ല. പിന്നെ അറിയാതെ ഓണടിച്ചു ഗൈസ്. കാട്ടിക്കൂടെ അങ്ങനെ ഒരുപാട് പോകാനുണ്ട്. അങ്ങനെ നമ്മൾ കാട് തീർന്ന് പുറത്ത് ഇറങ്ങാനായോ എന്നൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അല്ല, ഇവിടെ മറ്റേ ഒരു അതന്നെ കാണുന്നുണ്ട്. കാടിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞ് ഇവിടെ ടവർ കണ്ടിട്ടോ. ഇത് ഏതിൻ്റെ ടവറാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇവിടെ ടവറൊക്കെ കാണുന്നുണ്ട്. യാ മോനെ, അത് പൊളിച്ച് നൈസ് സ്പോട്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് ഇറങ്ങിയാൽ എവിടെ എത്തുന്നുള്ള എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ആ കാട്ടിൽ കൂടെയുള്ള ആ ഒരു വരവുണ്ടല്ലോ, അതൊരു നൈസ് വരവായി. ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത്. നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. മോനെ ഇപ്പം എവിടേക്കാണ് എത്തിയതെന്ന് എനിക്കറിയില്ല. ഇത്രയും ദൂരമൊക്കെ ഉണ്ടായിരുന്നോ? ചേകാടി അതിലൊക്കെ ഇങ്ങനെ കരണ്ടുകൾ, പാസിങ്ങുകൾ കണ്ട്. പക്ഷേങ്കിൽ ഒയക്കിൽ ഒരു വണ്ടിയില്ല, ഫ്രണ്ടിൽ ഒരു വണ്ടിയില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും കാണാൻ തോന്നുന്നു. ചേട്ടാ ചേകാടിക്കയിലേ പോവാ? കുറേ പോകണ്ടോ? അവിടെ എന്താ കാണാനുള്ളത്? അല്ല
അല്ലാണ്ട് അവിടെ എന്തോ വീടോ ഏതോ ഒരു ആണോ? അവിടെ എന്തോ ഏതോ ഒരു മോനേട്ടൻ ആരോ ഒരു ഹോട്ടലൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ അല്ലേ ഇവിടെ അല്ലേ ഈ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരുന്നു ആണല്ലേ? 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 അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. ഞാൻ ഇതിൽ വന്നപ്പോൾ ഒന്ന് പേടിച്ചു. ആനയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ? അല്ല കാണണ്ട, എനിക്ക് പേടിയാ. ഓ നിങ്ങൾ എവിടെ ഉള്ള? ആണല്ലേ? ഓക്കെ എന്നാ ശരി. വേറെന്താ? ഓക്കെ താങ്ക് യു. അപ്പോൾ മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു മണിച്ചേട്ടൻ. മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞൊരു 2-2.5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. വീണ്ടും കാടാണ് മക്കളെ, കാട്. ഈ കാട്ടിൽ കൂടെ നമ്മൾ പോകുന്നു. ആനേനെ കടുവേനെ ഒന്നും കാണണമെന്ന് നമുക്ക് ഒരു ബോധ്യമില്ല. ഇവിടെയൊക്കെ ഓരോ അമ്മമാർ വയസ്സായ ആൾക്കാർ ഓരോരുത്തരും ഇങ്ങനെ പോത്തിനെയും പശുവിനെയൊക്കെ ഇങ്ങനെ തീറ്റയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർക്ക് ഭക്ഷണമായിട്ടൊരു ചേച്ചി വരുന്നുണ്ട്. അവിടെ വയലിൽ പണിയെടുക്കുന്നുണ്ട് ആൾക്കാർ. സംഭവം അടിപൊളി. ചേട്ടാ ചേകാടിയിലേക്ക് നേരെ പോവാ. എലിഫന്റ് വാലി റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ റിസോർട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയൊരു സമാധാനമുണ്ട്. അപ്പുറത്ത് നമ്മൾ അടിപൊളി മല കാണുന്നുണ്ട് കേട്ടോ. വമ്പ മല. കർണാടക ബാവലി അവിടുത്തെ മലയാണെന്ന് എന്നോട് പറഞ്ഞു. നമ്മളിവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുന്ന ഒരു അടിപൊളി വയലൊക്കെ ഉള്ളൊരു ഏരിയയാണ്. മക്കളെന്തൊക്കെയോ ക്രിക്കറ്റ് ബാറ്റാണോ ചൂണ്ടയാണോ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ആയിട്ട് അതിൽ നടന്നു പോകുന്നുണ്ട്. ചെറിയൊരു സമാധാനം കിട്ടി. പിന്നെ അവിടുന്ന് ഒരു കാറ് വരുന്നുണ്ട്. അവിടെ വലിയ വലിയ മലകളൊക്കെ കാണുന്നുണ്ട്. ഓന സ്റ്റോപ്പ് ഇലക്ട്രിക് ഫെൻസ് ഗേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫെൻസിൻ്റെ ഗേറ്റ് ഉണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു വയൽ കടന്ന് പിന്നെയും കാടിൻ്റെ സൈഡിൽ കൂടെ തന്നെ ആയിട്ടോ. എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്കറിയില്ല. എവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. മക്കൾ അതിലെങ്ങനെ നടക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫെൻസൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതെവിടെയാണ് സ്ഥലം എന്നെനിക്കറിയില്ല. നമ്മൾ വീണ്ടും അങ്ങനെ പോവാണ്. അങ്ങ് വലിയ മലനിരകളൊക്കെ കാണുന്നുണ്ട്. അത് എവിടുത്തെ മലകളാണെന്ന് അറിയില്ല. നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. എന്താ അവിടെ വയലിൽ ഞാറ് നടുന്നുണ്ട്. ചേച്ചിമാർ. നൈസ് നൈസ്. അപ്പോൾ നല്ലൊരു വ്യൂ അല്ലേ നിങ്ങൾ കാണുന്നത്? നോക്കി, നല്ല സൂപ്പറായിട്ട് കാണുന്നില്ലേ?
ചേകാടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചേച്ചീനോട് ചോദിച്ചു നോക്കാം. ചേച്ചി, ചേകാടി എങ്ങോട്ടാ പോകണ്ടേ? ഇതാ ചേകാടി. ഇവിടെ എന്തോ പഴയ വീടുകളൊക്കെ ഉള്ള ഹട്ട് പോലെയൊക്കെയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ചേകാടി. അങ്ങോട്ട് പോയാലോ? ഓക്കെ, ഒന്ന് പോയോ? ചേച്ചിക്ക് അറിയില്ല. അപ്പം നമ്മൾ വന്നിട്ട് ഏതാ സ്ഥലം എന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചേകാടി എത്തി. ഇതാണ് ചേകാടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നല്ല വയലുകളും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ഇതൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇതാ ഞാറ് നടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞാറ് നടലും പരിപാടിയൊക്കെ ഇതാ ഇവിടെ കാണുന്നുണ്ട്. എന്താ ഭംഗി എന്നറിയാം ഞാറ് നടുന്ന കാണാൻ. ബ്രോ, ഈ ചേകാടി ഇതാ? ഇവിടെ ചേകാടിയിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നൊരു സ്ഥലം ഉണ്ടായ എവിടെയാ? എന്താ ഇവിടെ മറ്റേ ഞാൻ നെറ്റിൽ കണ്ടതാണ്. ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പഴയ വീടുകൾ പോലുള്ള കുറേ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലം. അങ്ങനല്ല? ശരിക്കില്ല, എനിക്ക് തെറ്റിപ്പോയടാ. ഒരു മിനിറ്റ്, അപ്പോൾ കാണിച്ചു തരാം. ചേകാടി പുൽപ്പള്ളി, ചേകാടി ടൂറിസം, ചേകാടി വില്ലേജ്. ഇതന്നെ ചേകാടി വില്ലേജ്. ഇവിടെ ഏതോ ഹോട്ടലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ. ഇതറിയില്ല. എന്നോട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു ആ മലയൊക്കെ ഇവിടെ കർണാടകയാ? ആണോ? നിങ്ങൾക്കറിയാം ഇവിടെ ചേകാടി എന്ന് പറഞ്ഞിട്ടേ, ഇതല്ലേ ചേകാടി? ഗവൺമെൻറ് LP സ്കൂൾ ചേകാടി. ഇവിടെ കുറേ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എവിടെയാ അത്? കുറേ പോകണ്ടോ? എത്ര ഉണ്ടോ? ആ ആ ആണല്ലേ? ഓക്കെ, അവിടെ ഹോട്ടലും കടയൊക്കെ ഉണ്ടൊക്കെ കുറച്ചല്ലേ ഉള്ളൂ. അത് അവിടെ തന്നെ അല്ലേ? ഓക്കെ ഓക്കേടാ മുത്തേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഏകദേശം എത്താനായിട്ടോ. നമ്മൾ അതിലിങ്ങനെ എൻ്റെ മോനെ ചൊണ്ട എന്തോ ആകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പോൾ സെറ്റ് ചേകാടിയിലേക്ക് ഇത്രയും ദൂരം ഉണ്ട് ഞാൻ വിചാരിച്ചില്ല. ഒരു ചേകാടി വില്ലേജ് എന്ന് പറഞ്ഞാൽ പഴയ വില്ലേജാണ്, പഴയ ഒരു ഗ്രാമം. അങ്ങോട്ടൊക്കെ ഇങ്ങനെ വികസനങ്ങളൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫുള്ള് കൃഷിയൊക്കെ ചെയ്യുന്ന, കറണ്ടും സംഭവങ്ങളെല്ലാം ഉണ്ട്, നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ചേകാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന. ചേകാടി ഏകദേശം എത്താനായി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോവാ, ഒന്ന് കാണുക, അത് തന്നെ. പക്ഷെ അവിടെ ഞാറ് നടന്നാണ് നല്ല ഭംഗിയില്ല ഗൈസ്. അടിപൊളി കുളമൊക്കെ ഉണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ പറ്റിയ. അങ്ങ് നല്ല മലകളൊക്കെ കാണുന്നുണ്ട്. ഫുള്ള് ഇവിടെ കൃഷി, ഭയങ്കര കൃഷികളുള്ള ഒരു ഏരിയയാണ്. ഇവിടെയാണ് ഈ റിസോർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ചേകാടി വില്ലേജ് ഹോം സ്റ്റേ. മോനെ പോയേക്കാം. അവിടെയൊക്കെ ചേട്ടന്മാർ പണിയെടുക്കുന്നുണ്ട്.
മോശം റോഡുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം അടിപൊളി റോഡാണ്. ഇവിടെയൊക്കെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ നിങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. അമ്മച്ചി ഇതുണ്ടോ, ഇവിടേക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതാണ് കുറുവ ഐസിൽ ജംഗിൾ റിസോർട്ട് വയനാട്. ചേട്ടാ ചേകാടി എന്ന് പറയുന്ന സ്ഥലം എവിടെ? ആ അത് തന്നെ, ഞാൻ വരുന്ന വഴിക്ക് കണ്ട്. പക്ഷേ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ചേകാടിയിൽ, പഴയ പോലത്തെ വീട് അതേമാതിരി ഏത്, അതൊക്കെ എവിടെയാ? ആണല്ലേ. കുറേ വീടുകളും പിന്നെ ഏതൊരു ഹോട്ടലൊക്കെ അവിടെ ഉള്ളത് ഭയങ്കര പ്രശസ്തമാണോ? മോനേട്ടനോ ആരെയോ ഇവിടെ ഉണ്ട്? ആ അത് എവിടെയാ? ആ കുറേ കാട്ടിക്കൂടെ പോണോ? നിങ്ങൾ ഇവിടെ പുൽപ്പള്ളി ഓടുന്നല്ല ഇവിടെ ഓടുന്ന? ആ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ കാണാൻ ഉണ്ടോ? ഈ റിസോർട്ടൊക്കെ പുതിയ വന്നാലേ അവിടെ എന്താ അല്ലാണ്ട് എന്താ ഇവിടെ കാണാനുള്ള? ആ കുറുവയൊക്കെ ഇതിലെ തന്നെ അല്ലേ കുറുവയിലേക്ക് പോവാ? ഇല്ല കുറുവയിൽ ഞാൻ പണ്ട് പോയത്, ഇവിടെ പോയിട്ടില്ല. ആ ബത്തേരിയ ഇവിടെ തന്നെ അല്ലേ? ആ കാണുന്നിടത്ത് തന്നെ അല്ലേ? ഓക്കെ താങ്ക് യു. ഓക്കെ ഞങ്ങളെ പണ്ടത്തെ വീട് പുല്ല് വേനതായിരുന്നു. ഓക്കെ ശരി. ഇപ്പോൾ വേറെന്താ? ഓക്കെ താങ്ക് യു. അപ്പോൾ സത്യൻ ചേട്ടൻ എന്നോട് പറഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം, സംഭവം എന്താണെന്ന് അറിയണമല്ലോ. അവിടെ ഏതൊരു കാറൊക്കെ കാണുന്നുണ്ട്. ചേട്ടാ ചൂണ്ടടല ചേട്ടൻ ദേഷ്യം പിടിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ കാണുന്നില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും. ഇവിടെ മുകളിലേക്ക് എടുത്തിട്ട് ഭയങ്കര ഷെഡൊക്കെ അടിക്കുന്നുണ്ട്. എന്തിനാണ് ഇവിടെ ഷെഡ് അടിക്കുന്നതെന്ന് മാത്രം അറിയില്ല. ഇവിടെ എന്തോ ടൂറിസം പരിപാടികളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്താണ് പരിപാടി എന്നറിയില്ല. ഇതെന്താ ഉണ്ടാക്കുന്നത്? ആ ഇവിടെ എവിടെ? ചേകാടി തന്നെയാ? മറ്റേ പഴയ പുല്ല് മേഞ്ഞ വീടൊക്കെ ഉണ്ട് തന്നെ, അതൊക്കെ എവിടെയാ? അങ്ങ് പോണോ? ഞാൻ ബത്തേരിയാ. ബത്തേരി വാഗേരി എന്നറിയോ? ഷെഫീഖ്. കുറേന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ആണോ? അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കണ്ട് ഫ്രണ്ടിനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. ഒന്ന് പോയി നോക്ക് എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത്. ഇങ്ങനെ പോയിട്ട് നമുക്ക് എന്താക്കാം, ഇവിടെയാണ് ആ പഴയ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. നൈസായിട്ട് പഴയ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ചെറിയൊരു ഓഫ് റോഡ് കിട്ടി പോണ.
ചളിയാണ് മോനെ, ചളി. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പതിൻ്റെ ചളി. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ആ വീട് കണ്ടിട്ടോ. 350 വർഷം പഴക്കമുള്ള വീട് എന്നാണ് പറഞ്ഞ്. ഇത് കണ്ടോ, ഞങ്ങൾ പണ്ടത്തെ വീടൊക്കെ ഇങ്ങനത്തെ വീടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വീട്. ഇവിടെ എവിടെയോ പഴയ കാണണമെങ്കിൽ നേരെ വീട് ഇവിടെയാ ആണോ? അവിടെ താമസമുണ്ട്? ഇവിടേക്ക് ആൾക്കാർ വരലുണ്ടോ? എന്തിനാ? ആണോ? അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ചേകാടി പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കൊടുമൂവനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. ഇപ്പം നമ്മൾ പുൽപ്പള്ളിയിലേക്കാണ് പോകുന്നത്. പുൽപ്പള്ളിയിൽ നിന്ന് വേണം നമുക്ക് നമ്മളുടെ സ്വന്തം വാഗേരിയിലേക്കും ബത്തേരിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ചെറുതായിട്ടൊരു ബേജാറുണ്ടെങ്കിൽ കൂടിയിട്ട് പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ പശുവിനെയും പോത്തിനെയൊക്കെ തീറ്റുന്നുണ്ട് കേട്ടോ. തീറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടിൽ അല്ല കാട്ടിൽ അഴിച്ചു വിട്ടുക. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് വലിയ സീനൊന്നുമില്ല. റോഡ് വലിയ കുഴപ്പമില്ല. അവിടെ ഇവിടെ വളവുകളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതല്ലാതെ വേറെ വലിയ സീനൊന്നുമില്ല. എന്നാലും കാട്ടിൽ കൂടെ ബൈക്കിലൊക്കെ പോകാന്ന് പറയുമ്പോൾ ചെറിയൊരു സീനാണ്. ഇവിടെ ആനയൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നോക്കാം, നമുക്ക് നോക്കാം. ഇത് കുറുവാദ്വീപ് റോഡാണ് കേട്ടോ. അവിടെ കുറുവാദ്വീപിലേക്ക് വരുന്ന റോഡാണ്. ഇതിലെ ബസ്സൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം എന്താ അറിയില്ല. ഇപ്പോൾ കുറുവാദ്വീപ് അടച്ചിട്ടിരിക്കുകയാണ്. കുറുവാദ്വീപ് അടച്ചിട്ടേ കൊണ്ട് ഇപ്പം എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ ബസ്സൊക്കെ ഉണ്ടാവും. കുറുവാദ്വീപ് ഇപ്പോൾ അവിടെ എന്തോ ആരോ ആന ചവിട്ടി കൊല്ലുകയോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അടച്ചിട്ടതാണ്. പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ അടച്ചിടാറുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഒരു അടിപൊളി യാത്രയാണ്. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവിടെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ കാടിനുള്ളിൽ ആ പോത്തിനെ മേയ്ക്കുന്നുണ്ട്. മൊബൈലിൽ കളിച്ചുകൊണ്ട് എന്താ ചെയ്യുക, ദൈവം രക്ഷിക്കട്ടെ എല്ലാവരെയും. കാട്ടിലൊക്കെ ഇവിടെ കുറച്ച് പശുക്കളുണ്ട് കേട്ടോ. ആള് കൂടെ തന്നെ വേണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാണല്ലോ. കടുവയൊക്കെ വന്ന് പശുവിനെയും പോത്തിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കഥ. ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡുണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബറൈസ്ഡ്. അപ്പോൾ ആ റോഡിൽ നമ്മൾ നൈസായിട്ട് പിടിക്കും. ഏതാ നോക്കില്ലേ നമ്മളെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ടാറിട്ട റോഡൊക്കെ ഏതാ ഭംഗി. വയനാട് പൊള്ളിയാണ് ഗൈസ്, പൊള്ളി. മരമൊക്കെ ചെരിഞ്ഞ് നിൽക്കുന്നതാണ് ഒരു പേടി. മരം ഞാൻ ഇടിഞ്ഞു വീഴുമോന്നൊരു പേടി. ഇടിഞ്ഞു വീഴുമെന്നല്ല, മറിഞ്ഞു വീഴുമോന്നൊരു പേടി ചെറുതായിട്ട്. ഹായ് ബ്രോ, ഇവിടുന്ന് കുറേ ഉണ്ടോ പുൽപ്പള്ളിക്ക്? എത്ര ആണ് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ടാ? നേരെ. ഓക്കെ, താങ്ക്സ്. അവിടെ 2-3 പയ്യന്മാരിയ്ക്കുന്നുണ്ട്. ഞാൻ ഓലോട് ചോദിച്ച് എത്ര ഉണ്ട്. അപ്പോൾ ഓല് പറഞ്ഞ് 8 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഈ റോഡിന് തന്നെ നേരെ ലെഫ്റ്റ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇവിടുന്ന് നേരെ ഹൈവേയിൽ, ഇത് കുറുവാദ്വീപ് റോഡാട്ടോ. നമ്മുടെ കള്ള സണ്ണിക്കുട്ട നമുക്ക് പൊള്ളി റോഡ് കിട്ടിട്ടോ. അത് കുറുവ ഐലൻഡ് റോഡാണ്. ഇവിടുന്ന് വലത്തോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാവലിയാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് റബ്ബറൈസ്ഡ് റോഡ്. നൈസ് ബ്രോ. നോക്കി ഏതാ പൊള്ളി റോഡ് എന്ന്.
സൂപ്പർ റോഡ് കേട്ടോ. സൂപ്പർ റോഡ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല അടിപൊളി റോഡ്. നമ്മുടെ ഒക്കെ പോത്തിനായിട്ട് ആൾക്കാരുണ്ട്. നല്ല സൂപ്പർ റബ്ബറൈസ്ഡ് റോഡാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത്രയും നേരം വന്നതൊന്നും അല്ല. ഇതാണ് റോഡ്. യാ മോനെ പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് റോഡ്. കഴിഞ്ഞ ദിവസം നമ്മളെ ഫ്രണ്ട് സമ്മത് പറഞ്ഞിരുന്ന അടിപൊളി റോഡുണ്ട്, പൊള്ളിയാണെന്ന്. അത് ഈ റോഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. യാ സെറ്റ് സെറ്റ്. ആനവണ്ടി വരുന്നുണ്ട്, ആനവണ്ടി. KSRTC വരുന്നുണ്ട്. ഇത് മാനന്തവാടിക്ക് പോകുന്ന KSRTC-യാണ്. ഇതിലപ്പോൾ മാനന്തവാടി, മാനന്തവാടിക്ക് ഇത് മാനന്തവാടി റോഡാണ്. നല്ല അടിപൊളി റോഡ് കേട്ടോ. കാടിൻ്റെ നടുക്ക് കൂടെ ഏതാ നോക്ക്. സെറ്റല്ല ഗായ്സ്, പൊളിച്ചടുക്കി. ഇതാണ് റോഡ്. പണ്ട് ഞാനില്ല വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് വളരെ മോശം റോഡായിരുന്നു. ഇപ്പൊ റോഡൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ റിസോർട്ടുകളും സംഭവങ്ങളും തന്നെ ഉണ്ടായി. ഇതിപ്പോൾ നമ്മൾ കുറിച്ചിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. കുറിച്ചിപ്പറ്റ നല്ല സൂപ്പർ റോഡാണ്. ഏതാ നോക്ക്. നമ്മളെ നാട്ടിൽ ഫുള്ള് ഇങ്ങനത്തെ റോഡായി കഴിഞ്ഞാൽ എന്തൊരു രസം ഉണ്ടാവും. ആൾക്കാർക്ക് യാത്ര ചെയ്യാനും പൊള്ളിയായിരിക്കും. അതേപോലെ തന്നെ പിന്നെ വണ്ടികൾക്ക് കേടുപാടുകൾ ഉണ്ടാവില്ല. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവം ഇത് തന്നെയാണ്. ആ റോഡ് നല്ല റോഡ് ഉണ്ടായിരുന്നല്ലോ. ഒരേ പൊള്ളി തന്നെയാണ് മക്കളെ, ഒരേ പൊള്ളി. നൈസ് റോഡ്. വലത്തെ സൈഡിൽ ഫുള്ള് കാട്, ഇടത്തെ സൈഡിൽ ഫുള്ള് ആൾക്കാർ താമസിക്കുന്ന. അപകട സാധ്യത നല്ലൊരു വളവാണ്. അപ്പോൾ അപകട സാധ്യത ഉണ്ട് തന്നെ. നമ്മൾ എല്ലാം വേണം ഇറങ്ങാൻ. യാ മോനേത വളവ്, നൈസ് വളവ്. ആകാശമൊക്കെ മഴക്കാറൊക്കെ പോയി നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട്. കണ്ടോ സംഭവം നൈസല്ലേ നോക്കി. ഇവിടെയൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടലുകളും കൂൾ ബാറുകളൊക്കെ ഇഷ്ടമാണ്. ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. ഐ ലൈക്ക് ഇറ്റ് ബ്രോ, ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങനത്തെ റോഡ് വേണം. ഇങ്ങനത്തെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ടൂറിസം ഉണ്ടല്ലോ, കുറുവാ ദ്വീപും പിന്നെ മാനന്തവാടിക്കൊക്കെ പോകുന്നവർ. അവിടെ ചെക്കന്മാർ മീൻ പിടിക്കണ്ടേ. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നല്ല വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പം എന്താക്കാം, എന്തെങ്കിലും ഫുഡൊക്കെ അടിച്ചിട്ട് നല്ല ഫുഡ് എന്തെങ്കിലും അടിക്കണം. നല്ല എമ്പതിൻ്റെ വിശപ്പുണ്ട്. മാനന്തവാടി റോഡൊക്കെ നന്നാക്കുന്നുണ്ട്. മാനന്തവാടി ബത്തേരി റോഡുണ്ടല്ലോ, നമ്മളെ ബീനാച്ചി വഴി ഗണിച്ചിറ മൂന്നാനക്കുഴി വഴി, ആ റോഡൊക്കെ ദയവായി ആക്കിയിട്ടുണ്ടെങ്കിൽ പൊള്ളി ഒരു രക്ഷ ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട്. എൻ്റെ വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്ററായി എന്ന് പറയുന്നത്? 20,338 കിലോമീറ്ററായിപ്പോൾ. വണ്ടി വാങ്ങിയിട്ട് 9 കൊല്ലമായി. വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ.
ഈ റോഡിൽ നിങ്ങൾ വന്നാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ അതിൽ കുറേ കറങ്ങി. ചേകാടിയൊക്കെ പോകുന്നവർക്ക് ഈ റോഡിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിരിക്കും. പക്ഷേ ആ റോഡ് ഒരു പൊടി വൈബ് റോഡ് തന്നെ ഉണ്ടോ? അത് നൈസ് റോഡാണ്, ഇതും നൈസ് റോഡാണ്. ഇവിടെ നോക്കി ഏതാ വളവൊക്കെ നല്ല സൂപ്പർ വളവ്. നല്ല വണ്ടിയൊക്കെ ഇങ്ങനെ കിടത്തിയെടുത്ത് പോകാന്നൊക്കെ പറയുന്നത്, കിടന്ന് പോകാൻ മതി. നിങ്ങളെ നാട്ടിലത്തെ ഏറ്റവും നല്ല റോഡ് ഏതാന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോ. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ നല്ല റോഡ് ഒന്ന് ഇതും, പിന്നെ ഒന്ന് നമ്മളെ മീനങ്ങാടി കരണി വഴി പനമരം പോകുന്ന റോഡും നല്ല. പക്ഷേ അതിനെക്കാട്ടിലും ബെറ്റർ ഇതാന്ന് എനിക്ക് തോന്നുന്നത്. നല്ല സൂപ്പർ ചുമക്കുന്നുണ്ട്, നല്ല സൂപ്പർ റബ്ബറൈസ്ഡാണ്. ഐ ലൈക്ക് ഇറ്റ് ബ്രോ, ഐ ലൈക്ക് ഇറ്റ്. എനിക്കറിയില്ല. പുൽപ്പള്ളി കഴിഞ്ഞിട്ട് പുൽപ്പള്ളി റോഡിൽ ടൗണിൽ നല്ല റോഡാട്ടോ. സ്ഥലത്തിൻ്റെ പേര് വീട്ടിമൂല. അയ്യോ നൈസ് ബ്രോ, നൈസ് റാ. ഇവിടെ മെല്ലെ പോകാനുള്ള ഇത് വെച്ചിട്ടുണ്ട്, സ്ലോ ആക്കി പോവുക. സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ്, പുൽപ്പള്ളി പോലീസ്. ചേട്ടൻ അടിച്ചുവിട്ട് പോയി. ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് കട എഴുതിയിട്ടുണ്ട്. നൈസ് റോഡ്. ഔൻ്റെടാ ഏതാ റോഡ്! ഇതിപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ കേട്ടോ, അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മാക്സിമം സ്പീഡ് 30 ഏരിയയിലുണ്ട്. ഇവിടെ ഒരു കുരിശ് പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്കൂളുണ്ട്, സെൻറ്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു പള്ളിയുണ്ട്, സ്കൂൾ ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. വാവ് മോനെ, നൈസ്റാ നൈസ്. യെസ് ഡാ യെസ്. ഇതിപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ആനപ്പാറ എത്തി. ആനപ്പാറ
ബസ്സാണ് വരുന്നത്. കണ്ടങ്ങള് നമ്മൾ കറക്റ്റ് പുൽപ്പള്ളി ടൗണിലേക്ക് എത്തിയിട്ടോ. ഇതാണ് പുൽപ്പള്ളി ടൗണ്. യെസ്. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മൾ ലേശം മെല്ലെ ചവിട്ടി ഇറക്കി. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്, അടിപൊളി. നമ്മൾ ചേട്ടാ മാറിക്കോ, ചേച്ചിക്ക് ചവിട്ടി കൊടുക്കണോ? അപ്പോൾ ചേച്ചിക്ക് നമ്മൾ ചവിട്ടിക്കൊടുത്ത് ഞാൻ ഇതിലങ്ങ് കയറി. അതിൽ കയറാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ അങ്ങ് പോകുന്നത്. പോലീസ് പിടിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇവിടുന്ന് പിന്നെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മൾ പുൽപ്പള്ളി ടൗൺ എത്തിയിട്ടോ. മോനെ ഇവിടെ നമ്മൾ അണ്ടറിൻ്റെ മൊബൈലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഇപ്പുറത്ത് കൂടെ വേണം പോകാൻ. മേലോട്ടുള്ള റോഡാണ് അടിപൊളിയാക്കിയിരിക്കുന്നത്. ഇങ്ങോട്ടുള്ള റോഡൊക്കെ കണക്കാണ്. നമ്മളെ അണ്ടർമാൻ്റെ പീടിയ അണ്ടർമാനൊന്നുമില്ല ഇവിടെ. അവൻ്റെ ബ്രദേഴ്സ് ആരോ ഉള്ളത്. അങ്ങനെ നമ്മൾ പുൽപ്പള്ളി ടൗണിലിപ്പോൾ ഓക്കെ. പക്ഷേ ഇങ്ങനെ റോഡ് ഇവിടെ എത്തിയപ്പോൾ തീർന്നിട്ടോ. റോഡിൻ്റെ കഥ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പുൽപ്പള്ളിക്ക് കയറി കഴിഞ്ഞാൽ നല്ല റോഡാണ്. പക്ഷെ അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരുപാട് കാലമല്ലോ. നല്ല നൈസ് റോഡ്. ഇത്രയും കാലമെങ്കിലും കിട്ടിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇതാ പുൽപ്പള്ളിയുടെ തെരുവോരങ്ങളിലൂടെ നമ്മളിതാ മന്ദം ലേശം സ്പീഡിൽ മന്ദം ബുള്ളറ്റ് ഓടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണോ എന്ന് എനിക്കറിയില്ല. ചെയ്യണമെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്നൊരു ലോങ് യാത്രയായിരുന്നു. ഇത്രയും വലിയൊരു വീഡിയോ ഞാൻ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പം ഇനി അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ജസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ട്. അത് രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ചേകാടി റൈഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.